ഹലോ ഗായ്സ്, ഞാൻ റഷീദ് പി വി അറഫൽ. ഇന്ന് ഈ കാണുന്ന ഈ വീഡിയോ ഞങ്ങളുടെ കഫീലിൻ്റെ പറമ്പിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ഇത് എല്ലാം വെട്ടി ആടിന് മസ്റയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കൊമ്പ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിവുകലാണ് പണി. 2 ദിവസം മുന്നേ ഒരു കൊമ്പ് മുറിഞ്ഞു വീണിരുന്നു. ഇനി ഇതെല്ലാം കട്ട് ചെയ്തു ഇതിൻ്റെ ഇലകളെല്ലാം ആടിന് മരുഭൂമിയിൽ കൊണ്ടു കൊടുക്കണം. ആടിൻ്റെ ഭാഗ്യം കൊണ്ടാ തോന്നുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീകുന്നത്. ഞാനും അസറുദ്ദീനും കൂടി ഇലകളെല്ലാം വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ നല്ല ചൂടുണ്ട് ഗായ്സ്. 2 ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടിന് കുറച്ച് കുറവുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ തണ്ട് കഫീലിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിടണം. ഇത് 40 സെൻറ്റിൽക്ക് കട്ട് ചെയ്ത് അവർക്ക് തണുപ്പിന് കത്തിക്കാനുള്ളതാണ്. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു, റെസ്റ്റ് എടുത്ത് ഇനി മരുഭൂമിയിലേക്ക് പോകുകയാണ്. വണ്ടിയിൽ AC ഒന്നുമില്ല ഗായ്സ്, പെരും ചൂടാണ്. ഇനി നമ്മൾക്ക് ആടിനെ കാണാം. പോയിട്ട് ആടിന് ഇലകളെല്ലാം ഇട്ടുകൊടുത്ത്, ആടുകൾ ഒരുപാടുണ്ട്, നമുക്ക് ആടിൻ്റെ അടുത്തേക്ക് പോകുക. ഈ ഇലകളായിട്ട് നമ്മൾ ആടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷമാണ്. എൻ്റെ വണ്ടി കണ്ടാൽ തന്നെ അവരുടെ സന്തോഷം നമുക്ക് കാണാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ മസ്റയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ആടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആടിൻ ഇലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആടുകളെല്ലാം ഓടി വന്ന് തിന്നുകയാണ്. എന്തൊരു സന്തോഷം! ഏയ് മക്കളെ, എന്താ രസല്ലേ! ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തുണ്ട് ആടുകൾ. ഈ ആടിന് ഈ ഇലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആടുകളെല്ലാം കാണിച്ചു തരാം. ഇവരൊക്കെ കുറച്ച് പ്രായമുള്ള ആടുകളാണ്. ഇനി ഇതിൻ്റെ കുട്ടികളും പുതിയത് കൊണ്ടുവന്നതും എല്ലാ ആടുകളും ഇതിൻ്റെ അപ്പുറത്തെ ഫാമിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നതാണ്.
ഹലോ ഗായ്സ്, ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിൻ്റെ അടുത്തെത്തി. ഇതാ ഈ ഫാമിലെ ആടുകളെ ഒന്ന് നോക്കൂ. എത്ര പൂരം ആടുകളാണ്, മാഷാ അല്ലാഹ്. കുട്ടികളുണ്ട് അപ്പുറത്ത്. ഇതെല്ലാം കുറച്ച് ചെറിയ ആടുകളാണ്. ഇതിൻ്റെ അപ്പുറത്ത് പ്രസവിച്ച് ഉള്ള ആടുകളുണ്ട്. ഇവിടെ 4 കുട്ടികളുണ്ട്. മാഷാ അല്ലാഹ്, എന്ത് രസമാണല്ലേ. അങ്ങനെ ആടുകളെല്ലാം ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് തീറ്റ വേറെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആടുകളെല്ലാം ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. ആ തറ്റത്ത് 2 കുട്ടികളുണ്ട്. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അസറുദ്ദീൻ ആടുകളെ കണ്ട് കുട്ടികളെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് വരികയാണ് ആടിൻ്റെ ഫാമിലേക്ക്. ഹലോ ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങൾ പോകുകയാണ്. ആടുകൾക്കെല്ലാം താറ്റ കൊടുത്ത് ഞങ്ങൾ പോകുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.